ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു അടിപൊളി ഷവായ ഉണ്ടാക്കിയാലോ? നല്ല മസാലയൊക്കെ ഉള്ള ഒരു ഷവായ ഉണ്ടാക്കി നോക്കിയാലോ ഈസി ആയിട്ട്. അതിനായി ആദ്യം നമുക്ക് കുറച്ച് ഉണക്കമുളക്, ഒരു 5-6 ഉണക്കമുളക് ആദ്യം കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അത് ആദ്യം പെട്ടെന്ന് സോക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് വിനാഗിരിയും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒരു അരമണിക്കൂർ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഞാൻ ഷവായ ഉണ്ടാക്കുന്നത് വലിയ ഫുൾ ചിക്കൻ ആയിട്ടല്ല കേട്ടോ, അത്യാവശ്യം കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ കേട്ടോ ഷവായ ഉണ്ടാക്കുന്നത്. ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ കൂടുതലും നെയ്ച്ചോറിൻ്റെ കൂടെ അതുപോലെ പത്തിരിയുടെ കൂടെയൊക്കെയാണ് ഉണ്ടാക്കാറ്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ സവാളയും പിന്നെ ഒരു അത്യാവശ്യം ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി, കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ പച്ചമുളക്, കുറച്ച് പുതിനയുടെ ഇല, അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മുളകിൻ്റെ ആ വെള്ളത്തോടുക്കെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു സ്പൂണ് അറബിക് മസാലയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അറബിക് മസാല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗരം മസാല യൂസ് ചെയ്യാം. പിന്നെ ഒരു സ്പൂണ് കൊറിയാൻഡർ പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് വേണ്ട ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് നമുക്ക് ഇതിടാം. ഞാൻ ഇവിടെ ഏകദേശം ഒരു 800 ഗ്രാമിൻ്റെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ട് വിചാരിക്കും ഓവറാണ് മസാല എന്നൊക്കെ, പക്ഷേ അധികം ഓവറൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം മസാല വേണം അതൊക്കെ. എന്നിട്ട് ഒരു മിനിമം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഓവർനൈറ്റ് മാരിനേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നന്നാവും. എന്നിട്ട് പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ നേരെ ഡയറക്റ്റായിട്ട് ഇതൊക്കെ കൂടെ ഒന്നിട്ടിട്ട് ഒരു 3 വിസിൽ അടുപ്പിക്കാം. ഒരു 3 വിസിലൊക്കെ ആകുമ്പോഴേക്ക് അത്യാവശ്യം നന്നായിട്ട് വെന്ത് വരും. എന്നിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി കുറച്ച് എണ്ണ അതിലോട്ട് ഒഴിച്ചിട്ട് കുറച്ച് മുളക് പൊടി കേട്ടോ ആഡ് ചെയ്യുന്നത്. ഒന്ന് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ഒഴിക്കണ എണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലാകെ യൂസ് ചെയ്യുന്ന എണ്ണ, ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അതിന് ചിക്കൻ മാത്രം എടുത്തിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് നന്നായിട്ട് ഇതാക്കിയെടുക്കുക. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ രൂപത്തിലെടുക്കുക. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും, കഴിക്കാൻ ഒന്നുകൂടെ ടേസ്റ്റും കൂടുതലുണ്ടാവും. പിന്നെ അതിനൊപ്പം തന്നെ നമ്മൾ ആ മസാല, അതിൽ ബാക്കി വന്ന മസാല ഒന്ന് വറ്റിച്ചെടുക്കുക. ഒന്നൊരു കുറുകിയ രൂപത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണോ അങ്ങനത്തോളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നമുക്ക് വേണ്ട മസാല വറ്റിയതിന് ശേഷം നമുക്ക് ഇനി അത് ഫ്രൈ ചെയ്ത് വെച്ചുള്ള ചിക്കൻ്റെ മേലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും ഡെക്കറേഷനും പിന്നെ ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞങ്ങളിത് നെയ്ച്ചോറിൻ്റെ കൂടെ കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ, മസ്റ്റ് ട്രൈ ആയിട്ടാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.